രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ ലീഡ് ലക്ഷ്യമിട്ട് കേരളം പൊരുതുന്നു. മൂന്നാം ദിനമായി ഇന്ന് 5 വിക്കറ്റ് നഷ്ടത്തിൽ 219 റൺസ് എന്ന നിലയിലാണ് കേരളം. 79 റൺസ് എടുത്ത ആദിത്യ സർവാതെ, 21 റൺസ് എടുത്ത സൽമാൻ നിസാർ എന്നിവരാണ് ഇന്ന് പുറത്തായത്. ക്രീസിലുള്ള നായകൻ സച്ചിൻ ബേബി അർദ്ധ സെഞ്ചുറി നേടി. വിദർഭയിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നുണ്ട്. മഹേഷ്, എന്താണ് ഇന്നത്തെ നില? ഇന്ന് ആദ്യ സെഷനിൽ കേരളം വിക്കറ്റ് പോവാതെ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു കേരള ബാറ്റർമാരുടെ ശ്രമം. പക്ഷേ 2 വിക്കറ്റുകൾ കേരളത്തിന് നഷ്ടമായി. ആദിത്യ സർവാത്തെ ഒപ്പം അവസാന പന്തിൽ, അതായത് ഈ സെഷന്റെ അവസാന പന്തിൽ സൽമാൻ നിസാറിന്റെയും വിക്കറ്റ് കേരളത്തിന് നഷ്ടമായിട്ടുണ്ട്. 2 വിക്കറ്റും നേടിയിരിക്കുന്നത് ഹർഷ് ദൂബെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്പിന്നർമാർക്ക് കാര്യമായ ആനുകൂല്യം ഈ വിക്കറ്റിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത്. അത് ഒരു പക്ഷേ അതേപോലെ തന്നെ വന്നിരിക്കുന്നു. ഇന്ന് കുറേ അധികം സമയം സ്പിന്നർമാരെയാണ് ഇന്ന് വിദർഭയുടെ ക്യാപ്റ്റൻ ഇന്ന് ബൗളിങ്ങിനായി വിനിയോഗിച്ചത്. ഹർഷ് ദൂബെ, ഒപ്പം തന്നെ പാർത്ത് റക്കാഡെ, അതോടൊപ്പം തന്നെ അക്ഷയ് കർണേവാർ, ഈ 3 സ്പിൻ ബൗളർമാരെയും നിരന്തരം ഇന്ന് ക്യാപ്റ്റൻ കൊണ്ടുവന്നു. അതിൻ്റെ ഒരു ഫലം എന്നോണമാണ് 2 വിക്കറ്റ് ഹർഷ് ദൂബെക്ക് ഇന്ന് ലഭിച്ചത്. എന്തായാലും കുറേ അധികം നല്ല നിമിഷങ്ങൾ കേരളത്തിൻ്റെ ബാറ്റർമാർ ഇന്ന് സമ്മാനിച്ചിരുന്നു. മികച്ച രീതിയിൽ ക്യാപ്റ്റൻ സച്ചിൻ ബേബി, അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ഫസ്റ്റ് ക്ലാസ് മത്സരമാണ് നടക്കുന്നത്. അർദ്ധ സെഞ്ചുറി സച്ചിൻ നേടി. പക്ഷേ എടുത്തു പറയേണ്ടത് സ്പിൻ ബൗളർമാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം തന്നെയാണ്. വല്ലാത്ത രീതിയിൽ, അതൊരു പക്ഷെ അവിശ്വസനീയമായ രീതിയിൽ പന്ത് ടേൺ ചെയ്യുന്നതായി അവസാന നിമിഷങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. സൽമാൻ നിസാറിന്റെ പുറത്താകൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിന് വെളിയിൽ കുറച്ചധികം മാറി പിച്ച് ചെയ്ത പന്ത് വിക്കറ്റിന് നേരേക്ക് തിരിയുകയായിരുന്നു. ഒപ്പം തന്നെ ആദിത്യ സർവാത്തയെ പുറത്താക്കാൻ കൃത്യമായ ഒരു പ്ലാൻ വിദർഭയുടെ ബൗളർമാർ തയ്യാറാക്കിയിരുന്ന. അതിലൊന്ന് ആദിത്യ സർവാത്തയ്ക്കെതിരെ പേസ് ബൗളർമാരെ കൊണ്ട് ഷോർട്ട് പന്തുകൾ എറിയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഷോർട്ട് പന്തുകൾ എറിയിപ്പിച്ച് ഒരു ഹുക്ക് ഷോട്ടിന് ശ്രമിക്കവേ ഒരു ക്യാച്ച് അദ്ദേഹം നൽകിയിരുന്നു. അത് പക്ഷേ കൈകളിലെത്തിയില്ല, ക്യാപ്റ്റന്റെ കൈകളിലെത്തിയില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. 2 തവണ സ്ലിപ്പിലും ആദിത്യ സർവാത്തെ ക്യാച്ച് നൽകി. അദ്ദേഹത്തിന്റെ ഒരു ക്യാച്ച് വിദർഭയുടെ താരങ്ങൾ നഷ്ടപ്പെടുത്തി. ഫസ്റ്റ് സ്ലിപ്പിൽ ക്യാച്ച് നൽകിയാണ് ആദിത്യ സർവാത്തെ പുറത്തായതും ഹർഷ് ദുബെയുടെ പന്തിൽ. 79 റൺസാണ് അദ്ദേഹം നേടിയത്. ഇനി വേണ്ടത് കേരളത്തിന് 160 റൺസാണ്. 5 വിക്കറ്റുകളാണ് കേരളത്തിന്റെ കൈവശമുള്ളത്. സച്ചിൻ ബേബി മികച്ച ഫോമിൽ തന്നെ ക്രീസിലുണ്ട്. ഇനി വരാനുള്ളത് മുഹമ്മദ് അസറുദ്ദീൻ, ജലത് സക്സേന, ഒപ്പം തന്നെ ഏതൻ ആപ്പിൾ ടോം, MD നിതീഷ്, NP ബേസിൽ എന്നിവരാണ്. കുറെ കൂടി സ്പിൻ ബൗളിങ്ങിനെ തുടയ്ക്കുന്ന സാഹചര്യത്തിൽ ജലത് സക്സേനയ്ക്കും മുഹമ്മദ് അസറുദ്ദീനും സച്ചിൻ ബേബിക്കും കേരളത്തെ രക്ഷിക്കാനുള്ള കുപ്പായം അണിയേണ്ടി വരും. കാരണം ഇന്നലെ വരെ കണ്ട ഒരു രീതിയിലല്ല ഇന്ന് കുറെ കൂടി പന്ത് തിരിഞ്ഞു പോകുന്നത്, ഡീവിയേറ്റ് ചെയ്യുന്നത്, എക്സ്ട്രാ ബൗൺസ് ലഭിക്കുന്നതൊക്കെ ബാറ്റർമാർക്ക് വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള സമയം, ഇനിയുള്ള ബാറ്റിംഗ് എന്ന് പറയുന്നത് ചെറിയ കൂട്ടുകെട്ടുകൾ പോരാ, വലിയ പാർട്ട്ണർഷിപ്പുകൾ തന്നെ കേരളത്തിൻ്റെ ബാറ്റർമാരുടെ അടുത്തു നിന്ന് വരണം. മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു പുതിയ ബാറ്ററാണ് അടുത്ത സെഷനിൽ ഇറങ്ങുക. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നതിന് മുൻപ് ഈ ബൗളർമാരെ കൃത്യമായി പഠിക്കുകയും വേണം. പറഞ്ഞപ്പോഴാണ് സർവാദയൊക്കെ ഗ്രൗണ്ടിൽ തന്നെ ബാറ്റ് കൊണ്ട് തന്നെ മാറ്റി നിർത്തിയവർക്കൊക്കെ മറുപടി പറയുന്ന ഒരു കാഴ്ച കൂടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ പ്ലേയേഴ്സ് ഏത് ഫോമിലാണ് നിലവിൽ? പൊതുവെ മറ്റ് ഗെയിമുകളെയും മുമ്പത്തെ കളികളെയും ഒക്കെ അപേക്ഷിച്ച് എത്രത്തോളം ഫോമിലാണ് നിലവിലുള്ളത്? നമ്മളിപ്പോഴും പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. കാരണം 160 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സിൽ ലീഡിന് വേണ്ടത്. സർവാത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ വരെ വിദർഭയുടെ സ്ക്വാഡിലുണ്ടായിരുന്ന ഒരു താരമാണ്. 2 തവണ വിദർഭ കപ്പ് ഉയർത്തിയപ്പോൾ ആ സ്ക്വാഡിലുണ്ടായിരുന്ന താരമാണ്. കഴിഞ്ഞ തവണ ഫൈനലിൽ കളിച്ചപ്പോഴും വിദർഭയുടെ കുപ്പായത്തിൽ ആദിത്യ സർവാത്തെ ഉണ്ടായിരുന്നു. ആ സർവാത്തെയാണ് ഇപ്പോൾ വിദർഭയ്ക്കെതിരെ 79 റൺസ് എടുത്ത് ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. അദ്ദേഹം ഇന്നലെ കാണിച്ച ഒരു കോൺഫിഡൻസ് പക്ഷേ ഇന്ന് ഗ്രൗണ്ടിൽ കണ്ടില്ല. തുടക്കം മുതൽ അവസരങ്ങൾ നൽകുന്നതാണ് നമ്മൾ കണ്ടത്. തുടക്കം മുതൽ അദ്ദേഹം രക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, സച്ചിൻ ബേബി മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട്. ഇനി വരാനുള്ളത് മുഹമ്മദ് അസറുദ്ദീനാണ്. 177 റൺസ് കഴിഞ്ഞ മത്സരത്തിൽ മുഹമ്മദ് അസറുദ്ദീൻ നേടിയിട്ടുണ്ട്. അദ്ദേഹം മികച്ച ഫോമിലാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ പ്രതീക്ഷ സച്ചിൻ കൂട്ടുകെട്ടിലുണ്ട്. ഒപ്പം തന്നെ ജലത് സക്സേന സ്പിന്നർമാരെ വളരെ വൈദഗ്ധ്യത്തോടെ നേരിടുന്ന ഒരു ബാറ്ററാണ്. ജലത് സക്സേനയും അതുപോലെ തന്നെ ആ കോമ്പിനേഷനിലേക്ക് വന്നാൽ ഒരു വലിയ പാർട്ണർഷിപ്പ് അവിടെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതൻ ആപ്പിൾ ടോമിന്റെ ബാറ്റിംഗിൽ നമ്മൾ വലിയ
പ്രതീക്ഷയൊക്കെയാണ്. നിതീഷും NP ബേസിലും ഇന്നലെ കുറേ അധികം നേരം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും നിർണായക ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. 5 വിക്കറ്റ് കൈവശമുണ്ട്. 160 റൺസ് വേണം കേരളത്തിന് ഈ ലീഡ് എടുക്കാൻ. ആദ്യ ഇന്നിംഗ്സിലെ ലീഡ് വളരെ നിർണായകമാണ്. ധന്യ, പൊരുതുകയാണ് കേരളം. എന്തായാലും 160 റൺസ്, 5 വിക്കറ്റ് സച്ചിൻ ബേബി ക്രീസിലുണ്ട്. ധന്യ. ശരി, മഹേഷാണ് വിദർഭയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.